ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് എൻ്റെ നഴ്സിംഗ് കാലയളവിൽ എനിക്ക് എൻ്റെ ജോലിയുടെ ഇടയിൽ എൻ്റെ മനസ്സിനെ ഒരുപാട് സ്വാധീനിച്ച അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ സ്പർശിച്ച ഒരു സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇവിടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഏകദേശം ഒരു 10 വർഷത്തിന് ഇങ്ങോട്ടാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനിവിടെ ആ സമയത്ത് ഞാൻ കീമോതെറാപ്പി വാർഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ക്യാൻസർ ചികിത്സ ചെയ്യുന്ന ഒരു വിഭാഗമാണ്, ഒരു ഇതാണ് അവിടെ. അപ്പം നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് തന്നെ RCC റീജിയണൽ ക്യാൻസർ സെൻറ്റർ ഉണ്ടെങ്കിലും മെഡിക്കൽ കോളേജിൽ അതിൻ്റെ ഒരു വിങ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡോക്ടേഴ്സും ബാക്കിയുള്ളവരും ഇവിടെ കീമോതെറാപ്പി, അങ്ങനെയുള്ള എല്ലാ റേഡിയേഷൻ അതെല്ലാം ചെയ്യുന്നുണ്ട്. അവിടെ ഒരു വാർഡുണ്ട്, അവിടെ ഫീമെയിലും മെയിലും 2 വാർഡും ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ നൈറ്റ് ഡ്യൂട്ടി ടൈമിന് ഞാൻ ഡ്യൂട്ടിക്ക് വേണ്ടി പോയപ്പോൾ എനിക്ക് ഡ്യൂട്ടി ഹാൻഡ് ഓവർ കിട്ടി. നൈറ്റ് ആകുമ്പോഴത്തേനും നമ്മളൊരു മെയിൽ വാർഡിലും ഫീമെയിൽ വാർഡിലും കൂടെ ഒരു 10-100 പേഷ്യൻ്റ് ഉണ്ടാകും. അപ്പോൾ സ്റ്റാഫ് നേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാഫ് നേഴ്സേ ഉള്ളൂ, പിന്നെ ഒരു നഴ്സിംഗ് അസിസ്റ്റൻറ്റ് കാണും, പിന്നെ നമുക്കൊരു സെക്കൻഡ് ഗ്രേഡ് ഒരാളൂടെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ പേഷ്യൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാനിങ്ങനെ ഡ്യൂട്ടിക്ക് വേണ്ടി വൈകിട്ട് പോയപ്പോൾ എനിക്കിങ്ങനെ ഹാൻഡ് ഓവർ കിട്ടി. അപ്പോൾ അഡ്മിഷൻ്റെ കാര്യമെല്ലാം ഇങ്ങനെ പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു ഒരു മെയിൽ വാർഡിൽ ഫീമെയിൽ വാർഡിൻ്റെ അഡ്മിഷൻ കാര്യം, പുതിയ പേഷ്യൻ്റ് പഴയ പേഷ്യൻ്റ് എല്ലാ കാര്യം ഇങ്ങനെ ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്തപ്പോൾ ഇങ്ങനെ ഈ പേഷ്യൻ്റെ കാര്യം പറഞ്ഞു. ഈ പേഷ്യൻ്റ് ട്രിവാൻഡ്രം നമ്മുടെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് വന്ന ഒരു പേഷ്യൻ്റാണ്. ലിവർ ക്യാൻസറാണ് പേഷ്യൻറ്റിന്, ഭയങ്കര പെയിൻഫുള്ളാണ്, പിന്നെ വീസിങ് ഉണ്ട്, ഓക്സിജൻ വെച്ചേക്കുന്ന പേഷ്യൻ്റാണ്. അപ്പോൾ നൈറ്റിലത്തേക്കുള്ള ഓക്സിജൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഓക്സിജൻ ഓൺ ഫ്ലോ ആണ്. എത്ര മെഡിസിൻ പെയിൻ റിലീവർ കൊടുത്താലും അദ്ദേഹത്തിന് ഒട്ടും വേദന കുറവില്ല. എപ്പോഴും വേദന എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞ് വിളിച്ച് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വേദന എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ ഹാൻഡ് ഓവർ കഴിഞ്ഞു, പിന്നെ മെഡിസിൻ കൊടുക്കണം. അതിന് മുമ്പ് ഞാനത് വാർഡിലൊക്കെ പോയി പേഷ്യൻസിനെയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്തും ചെന്നു. അപ്പം ഈ പേഷ്യൻ്റെ കൂടെയുള്ളത് 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത്. വേറെ ബന്ധുക്കളാരും തന്നെ അപ്പോൾ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വേദന കൊണ്ട് ഒരു നിവർത്തിയില്ല. ഭയങ്കരമായിട്ട് ഓക്സിജൻ മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിലും ഇദ്ദേഹം അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ പറയുകയാണ്, എനിക്ക് ഭയങ്കര വേദനയാണ്, എനിക്കൊരു ഇഞ്ചക്ഷൻ തരാമോ? ഞാൻ പറഞ്ഞ മെഡിസിൻ ഇപ്പോൾ കൊണ്ടുവരും, ഇഞ്ചക്ഷൻ എടുക്കാം, സമാധാനമായിട്ട് കിടക്കുമെന്നൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനിങ്ങനെ മടങ്ങി വന്ന് മെഡിസിൻ കൊടുക്കാൻ പോയി. മെഡിസിൻ കൊടുക്കാൻ പോയിരുന്ന സമയത്ത് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ 2 പേരുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ധരിച്ചിരിക്കുന്നതും പോലീസ് സ്റ്റേഷനിലല്ല, ഈ ജയിലിലുള്ള വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. വേറൊരു വസ്ത്രം തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തോ പക്കലൊന്നും ഇല്ല. ഒരു പ്ലാസ്റ്റിക് ക്യാരി ബാഗ് അടുത്തുണ്ട്, എന്നാൽ ഈ വസ്ത്രമൊന്നും മാറ്റിയിട്ടില്ല. ഈ ജയിലിലെ വസ്ത്രമാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഇങ്ങനെ ജയിൽ പുള്ളികളെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അവരുടെ വീട്ടിൽ നിന്നുള്ള ഏതെങ്കിലും ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടാകും. അപ്പം ഞാൻ കരുതി ചിലപ്പം അന്ന് വന്നതല്ലേ ഉള്ളൂ, പിന്നെ 2 ദിവസത്തിനകം ആരെങ്കിലും വരുമായിരിക്കും എന്നിങ്ങനെ ഞാൻ മനസ്സിലോർത്തു. എന്നിട്ട് ഞാൻ മെഡിസിനൊക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പം നമ്മളിങ്ങനെ ഇഞ്ചക്ഷൻ അപ്പോൾ തന്നെ വയ്ക്കും. ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പം ചിലരുന്ന ഭക്ഷണം കഴിച്ച് കാണത്തില്ല. അപ്പോൾ ബൈസ്റ്റാൻഡറിൻ്റെ കയ്യിൽ, കൂടെയുള്ള ആളുടെ കയ്യിൽ ടാബ്ലറ്റ് കൊടുത്തിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കൊടുക്കണം എന്ന് നമ്മൾ അവരെ ഏൽപ്പിച്ചിട്ട് പിന്നെ അടുത്ത പേഷ്യൻ്റെ അടുത്തോട്ട് പോകും. അങ്ങനെ ഞാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥനടുത്ത് നിൽപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ ടാബ്ലറ്റ് എടുത്തു കൊടുത്തു. ഇദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഇഞ്ചക്ഷനും എടുത്തു കഴിഞ്ഞിട്ട് ഓക്സിജനൊക്കെ നോക്കി എല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വേദന കുറഞ്ഞോളൂ, ഇഞ്ചക്ഷൻ തരുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം വീണ്ടും പറയണില്ല, എനിക്ക് വേദനയൊന്നും കുറയില്ല, ഇഞ്ചക്ഷൻ എടുക്കും, കുറച്ച് സമയത്തേക്ക് കുറയും, വീണ്ടും വേദന വീണ്ടും വരും എന്നൊക്കെ ഇയാളിങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഓക്സിജൻ പോകുന്നുണ്ട്, അധികം സംസാരിക്കേണ്ട, സ്ട്രെയിൻ എടുക്കേണ്ട, വേദന കുറഞ്ഞോളും, സമാധാനമായിട്ട് കിടക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ അടുത്ത പേഷ്യൻ്റെ അടുത്തേക്ക് പോയി. ഈ രാത്രിയിലായപ്പോൾ ഈ പേഷ്യൻ്റ് ഭയങ്കരമായിട്ട് ഇദ്ദേഹത്തിന് എത്ര തന്നെ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടും ഒരു പ്രത്യേക ഇഞ്ചക്ഷനുണ്ട്, അത് ഉറങ്ങുന്നതിന് വേണ്ടി മയങ്ങുന്നതിന് വേണ്ടി കൊടുക്കുന്നതാണ്. അതിൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പം അത് ഞാൻ കൊടുത്തു അദ്ദേഹത്തിൻ്റെ ഓർഡറിലുണ്ടായിരുന്ന ആ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഒട്ടും ഉറങ്ങുന്നില്ല.
അപ്പോൾ പിന്നെ ഞാൻ വേദന കൊണ്ട് അയാൾക്ക് സഹിക്കാൻ വയ്യ, ഭയങ്കര വിളിയാണ് വേദന എടുത്ത്. അപ്പോൾ വാർഡിൽ ജനറൽ വാർഡല്ലേ, അപ്പോൾ അടുത്തുള്ള പേഷ്യൻസൊക്കെ ഉണ്ട്, എല്ലാവരും ഇതേ അവസ്ഥയിൽ നല്ല ക്യാൻസർ പേഷ്യൻസാണ്, അവർക്കും ഇച്ചിരി വിശ്രമിക്കണം. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് ഇങ്ങനെ ഇൻഫോം ചെയ്തു, ഡോക്ടർ അദ്ദേഹത്തിന് ഇത്രയും ഡോസ് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടും ഒരു പെയിൻ ഒട്ടും കുറയുന്നില്ല, അദ്ദേഹം ഇങ്ങനെ ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതാണ് എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു ഒരു ഡോസ് ഇഞ്ചക്ഷനും കൂടെ കൊടുക്കാൻ പറഞ്ഞു. അത് ഞാനൊരു ഒരു 1 അവർ കഴിഞ്ഞപ്പം അതും കൊടുത്തു. പക്ഷേ എന്നിട്ടും ഒരു 5 മിനിറ്റ് പോലും ഉറങ്ങുന്നില്ല. അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ആ രാത്രി കംപ്ലീറ്റഡായി. പിറ്റെന്നും ഞാനിങ്ങനെ എൻ്റെ ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്ത് പോയി. പിറ്റെന്നുള്ള നൈറ്റിൽ വന്നപ്പോൾ ഈ വ്യക്തി ഇങ്ങനെയുണ്ട്, തലേ ദിവസത്തെ പോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഞാൻ അന്ന് ഇപ്പോൾ ഈ പോലീസ് വെളിയിലേക്ക് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു എന്ത് കേസാണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ പറഞ്ഞു ജീവപര്യന്തം കേസാണ്, ജയിലിൽ വന്നിട്ട് 10-12 വർഷമായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ് കേസ് എന്താണ്? അപ്പം ഭാര്യയെ കൊലപ്പെടുത്തിയ കേസാണ് എന്ന് അയാളിങ്ങനെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പറഞ്ഞു. പിന്നെ കൂടുതൽ ഞാനങ്ങ് ചോദിക്കാനും പോയില്ല, കൂടുതൽ അങ്ങ് ചോദിക്കാൻ പോയില്ല. കേട്ടപ്പോൾ തന്നെ എന്തോ മനസ്സിലൊരു ഭയങ്കര വിഷമം. അദ്ദേഹത്തിൻ്റെ ഒരു ലിവർ ക്യാൻസറാണ്, അന്ത്യനിമിഷങ്ങളോട് അടുക്കുന്നുണ്ട് എന്ന് നമുക്കൊരു ഏകദേശം ഒരു ധാരണയുണ്ട്. പിന്നെ അങ്ങ് ലാസ്റ്റ് സ്റ്റേജാണ്, പിന്നെ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ല. പിന്നെ അയാളുടെ വേദന എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനേ സാധിക്കുള്ളൂ. അപ്പോൾ പിറ്റന്നായപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ മോർണിംഗ് ഷിഫ്റ്റ് ഞാൻ ഏൽപ്പിച്ചിട്ട് പോയി. അന്ന് രാത്രി ഞാൻ അവിടെ ചെന്നിട്ട് അന്നും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത്. കഴിഞ്ഞ രാത്രിയിലത്തെ പോലെ തന്നെയാണ് ഇദ്ദേഹം, ഭയങ്കര വിളിയും കരച്ചിലുമാണ്. അപ്പം അന്ന് സെക്കൻഡ് ഡേ ആയപ്പം ഈ ഓക്സിജനൊക്കെ വെച്ചു, ഈ വീസിങ്ങിൻ്റെ മരുന്നൊക്കെ റെഗുലറായിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തപ്പോൾ അദ്ദേഹത്തിന് വീസിങ് ഇച്ചിരി കുറവുണ്ടായിരുന്നു. അപ്പം ഈ ഓക്സിജൻ കുറച്ച് നേരത്തേക്ക് നമുക്ക് മാറ്റാം, പിന്നെ വീസിങ് നല്ലതായിട്ട് വരുന്നെങ്കിൽ മാത്രം ഓക്സിജൻ വെച്ചാൽ മതി എന്നുള്ള ഒരു ഓർഡറായിരുന്നു അന്നത്തേത്. അപ്പം ഓക്സിജൻ മാസ്ക് മാറ്റിയപ്പോൾ ഇദ്ദേഹത്തിന് കുറേ കൂടെ സംസാരിക്കാറായി. അപ്പോൾ ഞാൻ മെഡിസിനൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇനി വന്നു. അപ്പം ഇദ്ദേഹം ഒട്ടും ഉറങ്ങുന്നില്ല, ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ നൈറ്റ് ഒരു 10-11 മണിയായപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെന്ന് ഞാനിങ്ങനെ സംസാരിച്ചു. എന്താണ്, റിലാക്സ് ചെയ്ത് കിടക്കണം, അസുഖം വരുന്നതല്ലേ, നമുക്ക് അങ്ങനെ കുറേ അദ്ദേഹത്തോട് ഇങ്ങനെ നല്ല രീതിയിൽ സംസാരിച്ചു. ഞാൻ പറഞ്ഞു വേദനയൊക്കെ കുറയും, എത്രയും പെട്ടെന്ന് സുഖമായിട്ട് പോകാൻ, വിഷമിക്കേണ്ട എന്നൊക്കെ ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു വേണ്ട, എനിക്ക് സുഖമായിട്ട് പോകണ്ട, ഞാനിപ്പോൾ സുഖമായിട്ട് പോയാലും ജയിലിലേക്കല്ലേ ഞാൻ പോകുന്നത്, എനിക്ക് പോകണ്ട, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ജീവനൊന്ന് എടുത്താൽ മതി, എൻ്റെ ജീവനൊന്ന് പോയാൽ മതി എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ മരുന്നൊന്നും എനിക്ക് വേണ്ട, പിന്നെ ഇഞ്ചക്ഷൻ വേണമെന്ന് ഞാൻ പറയുന്നത് എനിക്ക് വേദന സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാൻ പറയുന്നത്, അല്ലാതെ എനിക്ക് സുഖമാവേണ്ട, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി എന്നൊക്കെ ഇദ്ദേഹം ഇങ്ങനെ പറയാം. എനിക്ക് വല്ലാത്ത വേദന തോന്നി. കാരണം ഒരു മനുഷ്യൻ്റെ ആ ഒരു മരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്ന ആ തീവ്രമായിട്ടുള്ള വേദന, അദ്ദേഹം പറയണ എനിക്ക് സുഖമാവട്ടെ, സുഖമായാലും ഞാൻ പോകേണ്ടത് ജയിലിലേക്കല്ലേ, എൻ്റെ വീട്ടിലോട്ടായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവൻ വേണ്ട, എനിക്ക് തിരിച്ചു പോകണ്ട, എൻ്റെ അസുഖം കുറയണ്ട, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ അയാൾ പറഞ്ഞു. വീണ്ടും ഞാൻ കുറച്ച് സമാധാന വാക്കുകൾ, നമുക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനതൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ മടങ്ങി വന്നു. പിറ്റേന്ന് ഞാൻ എൻ്റെ 3ാമത്തെ നൈറ്റ് ഞാൻ പോയപ്പം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു അമ്മച്ചി ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചത് ആരാണ്? അപ്പോൾ ഞാൻ എൻ്റെ അമ്മച്ചി ആരാണ്? അതെൻ്റെ മകനാണ് എന്നിങ്ങനെ പറഞ്ഞു. ഒരു നല്ല വൃദ്ധയായ ഒരു 75 വയസ്സെങ്കിലും ആവും, പാവം ഒരു അമ്മച്ചി ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പം അദ്ദേഹം അന്ന് ഇച്ചിരി എനിക്ക് തോന്നി കുറച്ച് വന്ന ദിവസത്തിനെക്കാളും കുറച്ചൊരു റിലീവ് ആയി എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി. അപ്പം എന്നെ കണ്ടപ്പോൾ നല്ല സ്നേഹത്തോടെ എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം വീസിങ്ങൊക്കെ ഏകദേശം ഒരു സ്റ്റേബിളായി, വേദനയുണ്ട് എങ്കിലും ആദ്യത്തിൻ്റെ അത്ര തീവ്രമായിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി. അപ്പോൾ ഞാൻ ഈ അമ്മച്ചി രാത്രിയായപ്പോൾ അമ്മച്ചീൻ്റെ ഞങ്ങളിരിക്കുന്നത് നേഴ്സുമാർ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ആ സ്ഥലത്ത് നേഴ്സ് സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് ഈ അമ്മച്ചി ഇങ്ങനെ വന്നു.
മക്കളെ ഇനി രാത്രി മരുന്ന് വല്ലതും ഉണ്ടോ, ഞാൻ കുറച്ച് കിടന്ന് ഉറങ്ങട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല അമ്മച്ചി ഇനി രാത്രി ഇഞ്ചക്ഷനൊന്നുമില്ല, അമ്മച്ചി കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പം പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർ ആ ഒരു 10 മണിയൊക്കെ ആകുമ്പം അവരവിടെ ഷീറ്റൊക്കെ വിരിച്ച് അവരങ്ങ് ഉറങ്ങും. പിന്നെ അവർ ഇങ്ങോട്ട് ശ്രദ്ധിക്കത്തൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു അമ്മച്ചി ഉറങ്ങിക്കോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് സംസാരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മച്ചി ഇത് ഇങ്ങനെ കേസാണെന്ന് അറിഞ്ഞു, എന്താണ് സത്യാവസ്ഥ എന്താണ്? എനിക്ക് അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ഇത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ എന്നിങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോഴാണ് അമ്മച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ഇങ്ങനെ എന്നോട് പറഞ്ഞത്. മക്കളെ 20 വയസ്സായപ്പം ഗൾഫിൽ പോയതാണ്. 3 സഹോദരിമാരുണ്ടായിരുന്നു. ആ ദേശത്ത് പോയി അന്വേഷിച്ചാൽ എൻ്റെ മോനെപ്പോലെ, എൻ്റെ മോനായതുകൊണ്ട് ഞാൻ പറയുന്നില്ല, എൻ്റെ മോനെപ്പോലെ ഒരു പയ്യൻ ആ ദേശത്തില്ല. 20ാമത്തെ വയസ്സിൽ അവൻ ജോലി അന്വേഷിച്ച് ഗൾഫിൽ പോയി. അച്ഛൻ അവൻ്റെ കുട്ടിക്കാലത്തെ മരിച്ചുപോയി. അപ്പം ഈ അനിയത്തിമാരെ ഭാവിയും എല്ലാം 20 വയസ്സായ ഇദ്ദേഹം മൂത്ത പുത്രനാണ്. അപ്പോൾ 20 വയസ്സാകുമ്പോൾ അദ്ദേഹത്തിന് 3 അനിയത്തിമാരുണ്ട്. അനിയത്തിമാർക്ക് ഏകദേശം 18 അങ്ങനത്തെ ആ ഏജ് ഗ്രൂപ്പിൽ വരുന്ന 3 അനിയത്തിമാരും ഈ അമ്മയുമാണ് ഉള്ളത്. അപ്പം ഈ 20ാമത്തെ വയസ്സിൽ എൻ്റെ മോൻ ഗൾഫിൽ പോയി ജോലി ചെയ്ത് ഭയങ്കരമായിട്ട് അവൻ കഷ്ടപ്പെട്ട് അവൻ 3 അനിയത്തിമാരെയും ഒരുവിധം നല്ല രീതിയിൽ തന്നെ 3 പേരെ അവൻ കല്യാണം കഴിപ്പിച്ചയച്ചു. ഒരു ഓലമേഞ്ഞ വീടായിരുന്നു. വീടിൻ്റെ സ്ഥാനത്ത് അവൻ നല്ലൊരു വീട് വെച്ചു. പിന്നെ അനിയത്തിമാരെ 3 പേരെയും സെറ്റിലാക്കി വീടും വെച്ച് കഴിഞ്ഞ് അവൻ നാട്ടിൽ വന്നിട്ടാണ് അവൻ സ്വന്തം ജീവിതം തന്നെ അവൻ നോക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പറഞ്ഞിട്ടാണ് അവൻ ഒരു വിവാഹം കഴിച്ചത് എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ വിവാഹം കഴിഞ്ഞ് 1, 2, 3 മാസം കഴിഞ്ഞുടനെ തന്നെ ഇദ്ദേഹം തിരിച്ച് വീണ്ടും ഗൾഫിലേക്ക് പോയി. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ അമ്മ ഇദ്ദേഹത്തിൻ്റെ അമ്മ, അതായത് ഈ അമ്മച്ചി മാത്രമാണ് ഈ വീട്ടിലുള്ളത്. ആ സ്ത്രീ ഇദ്ദേഹം ഗൾഫിൽ പോയി വീണ്ടും ജോലി ചെയ്ത് പൈസ ഇങ്ങനെ അയച്ചു കൊടുക്കും. പക്ഷേ ഈ പൈസ മൊത്തം ഈ നാട്ടിൽ കൊണ്ടുവന്ന് അവരതെല്ലാം ദൂർത്തടിച്ച് അവരങ്ങ് ഈ അമ്മച്ചനോട് പറഞ്ഞതാണ്. സത്യാവസ്ഥ എന്താണെന്ന് എനിക്കും അറിയില്ല. അത് ചിലപ്പോൾ അവർ സ്വന്തം മകനായതുകൊണ്ട് അവരങ്ങനെ പറയുന്നതാണോ എന്നും എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ അവരെന്തിനീ കള്ളം പറയുന്നു നമുക്ക് തോന്നാം. അതുകൊണ്ട് ഒരിക്കലും ആ അമ്മച്ചി ഒരു കള്ളം പറയും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ സത്യം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം ഇദ്ദേഹം ഗൾഫിൽ നിന്ന് അവധി കിട്ടി നാട്ടിൽ വരുമ്പം ജോലി ചെയ്ത പൈസ ഫുള്ളിങ് അയച്ചു കൊടുക്കും. ഇങ്ങ് വരുമ്പോൾ ബാങ്കിൽ ഒരു 5 പൈസ കാണില്ല. പിന്നെ അദ്ദേഹം ഒരു 2 മാസത്തെ ലീവിനൊക്കെ നാട്ടിൽ വന്നാൽ ഈ നാട്ടിൽ വന്നിട്ട് ഇദ്ദേഹം ജോലിക്ക് പോയി ഡ്രൈവർ ജോലിക്ക് പോയി. ആ 2 മാസത്തേക്ക് അദ്ദേഹം എവിടെന്നെങ്കിലും ആരുടെങ്കിലും വണ്ടി വാടകയ്ക്കൊക്കെ എടുത്ത് അങ്ങനെ ഡ്രൈവിംഗ് പോയി. ആ 2 മാസം കഴിഞ്ഞിട്ട് അങ്ങനെ വീണ്ടും ഗൾഫിലേക്ക് തിരിച്ചു പോകും. അങ്ങനെ രണ്ടാമത്തെ തവണ വന്നപ്പം അതിനിടയ്ക്ക് ഇവർക്ക് മക്കളൊന്നും ഇല്ലായിരുന്നു. അപ്പം 2ാമത്തെ തവണ വന്നപ്പം ഇയാളിങ്ങനെ ആദ്യത്തെ തവണ വന്നു, ഇങ്ങനെയൊക്കെയാണ് ഈ സംഭവമൊക്കെ ഇങ്ങനെയൊക്കെ മനസ്സിലായപ്പോൾ ഇദ്ദേഹം പിന്നെ ഭയങ്കരമായിട്ട് കുടി തുടങ്ങി. ഈ കുടിച്ച് ഇയാൾ ഗൾഫിൽ പോയപ്പോഴും ഇങ്ങനെ ഈ ഭയങ്കരമായിട്ട് മദ്യത്തിന് അടിമയായി. അങ്ങനെ 2ാമത്തെ തവണ വിവാഹം കഴിഞ്ഞതിന് ശേഷം അയാൾ 2ാമത് വന്നപ്പം നാട്ടിൽ വന്ന് അപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് കരുതി വന്നപ്പോൾ ഒരു ചേഞ്ചും ഇല്ല. ആദ്യത്തെ പോലെ തന്നെ ഇദ്ദേഹം ജോലി ചെയ്തുള്ള പൈസയെല്ലാം അയച്ചു കൊടുക്കും, ഒന്നും കയ്യിലില്ല, എല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന അവസ്ഥ. അപ്പോൾ ബന്ധുക്കളായിട്ടൊക്കെ വിളിച്ച് സംസാരിച്ചു. അപ്പം അവർ പറയുന്നു ഞാനിവിടെ എന്ത് ചെയ്യാൻ, എനിക്കതൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ഒരു പാവപ്പെട്ട അമ്മച്ചി. നാട്ടിലൊക്കെ അന്വേഷിച്ചാൽ അവരെപ്പറ്റി ആർക്കും, ഇദ്ദേഹം അന്വേഷിച്ചപ്പോൾ അവരെപ്പറ്റി ആർക്കും ഒരു കുറ്റവും ഇല്ല. ഇവരെ പറ്റിയും ചില നെഗറ്റീവ് കമൻസൊക്കെ ഇദ്ദേഹം കേട്ടു. പക്ഷേ ഇയാളതൊന്നും പറയില്ല. പക്ഷേ ഇദ്ദേഹം ഭയങ്കരമായിട്ട് മദ്യത്തിന് അടിമയായിപ്പോയി. അങ്ങനെ പിന്നെ ഈ 2 മാസം വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഭയങ്കര അടിയും ബഹളമൊക്കെയാണ്. അങ്ങനെ ഒരു ദിവസമായപ്പം ഈ അമ്മച്ചി ഉറങ്ങാൻ കിടന്നു. രാത്രിയായപ്പം ഭയങ്കരമായിട്ട് സൗണ്ട് കേട്ട് അവർ എണീച്ച് വന്നപ്പോൾ ഇവർ മണ്ണെണ്ണ എടുത്ത് ദേഹത്തൂടെ ഒഴിച്ച് ഇവർ തീ കൊളുത്തി ഇവർ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഈ പേഷ്യൻ്റ് കിടന്നപ്പോഴും ഞാനിങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലെല്ലാം തീപ്പൊള്ളലിൻ്റെ പാടുണ്ട്. അതാണ് ഞാൻ ഈ രാത്രി അമ്മച്ചി വന്നപ്പോൾ അമ്മച്ചിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചത്, അമ്മച്ചി ആ കയ്യിലൊക്കെ ഈ പൊള്ളലിൻ്റെ പാടുണ്ടല്ലോ, അതെന്ത് പറ്റിയതെന്ന് ഞാനിങ്ങനെ ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അപ്പോഴാണ് അമ്മച്ചി സ്റ്റോറി എന്നോട് പറയുന്നത്. അങ്ങനെ ഇവർ മണ്ണെണ്ണ എടുത്ത് അവർ ദേഹത്തൂടെ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു, തീ കൊളുത്തി. പക്ഷേ കേസ് വന്നത്
നേരെ തിരിച്ചാണ് കേസ് വന്നത്. ഇയാൾ മണ്ണെണ്ണയെടുത്ത് ഇവരുടെ ദേഹത്തൂടെ ഒഴിച്ചു, ഇയാൾ ഇവരെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ് കേസ് വന്നത്. അങ്ങനെ ഇയാൾ കൊലക്കുറ്റത്തിൽ പ്രതിയായി. അവർ 2 ദിവസം കഴിഞ്ഞപ്പം ഭാര്യ മരിച്ചു. അപ്പം ഭാര്യയെ കൊന്നതായി. പിന്നെ അങ്ങക്ക് ഗൾഫിൽ പോകാൻ പറ്റിയില്ല. പിന്നെ കേസ് കുറേയൊക്കെ പണം ചിലവാക്കി അയാൾ കേസ് കുറേയൊക്കെ സ്വന്തമായിട്ടൊക്കെ നടത്തി. എന്നിട്ട് ഒരു ഇല്ല, എന്തായാലും ഇനി വേണ്ട, ഞാൻ ഇനി ആർക്ക് വേണ്ടി ജീവിക്കുന്നുള്ളൊരു ചിന്ത അയാൾ വന്നു. പിന്നെ കേസില്ലാതെ ഇയാളെ ജീവപര്യന്തം, കൊലക്കുറ്റത്തിനും ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച് ഇയാൾ ജയിലിലായി. അങ്ങനെയാണ് ഇയാൾ ജയിലിലായത്. അപ്പോൾ ഈ ജയിലിലായപ്പോൾ സഹോദരങ്ങൾ 3 സഹോദരിമാരെ കല്യാണം കഴിച്ച് അയച്ചുവെങ്കിൽ അവരൊക്കെ വന്ന് ജയിലിൽ ചിലപ്പോഴൊക്കെ പോയി നോക്കുമെന്ന് ഈ അമ്മച്ചി പറയുന്നു. സത്യം എന്താണെന്ന് അറിയില്ല. കാരണം ഈ ഹോസ്പിറ്റലിൽ ഇത്രയും ദിവസം അയാൾ കിടന്നിട്ട് ഒരു ദിവസം പോലും ഇയാളുടെ ഒരു റിലേറ്റീവ്സ് പോലും ഇയാളുടെ അടുത്ത് വന്നില്ല. ഈ അമ്മച്ചന് 2 ദിവസം കഴിഞ്ഞ് വന്നതും പോലീസ് അവരുടെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ച് അവരെ കൊണ്ടുവന്നതാണ്. വേറെ ആരും വരാനില്ലാത്തത് കൊണ്ട് ഈ അമ്മച്ചി അവർ കൊണ്ടുവന്നതാണ്. ഒറ്റ റിലേറ്റീവ്സ്, ഒരു സഹോദരിയോ ആരും ഇയാളെ കാണാൻ വേണ്ടി വന്നിട്ടേ ഇല്ല. അപ്പം എനിക്ക് എൻ്റെ മനസ്സിനെ പിടിച്ചുലച്ച സംഭവം എന്ന് വെച്ചാൽ, ഇയാൾ മരിക്കുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ നൈറ്റാണ് തീരുന്നത്. അപ്പം പിറ്റേന്ന് എനിക്ക് ഓഫാണ്. അതിൻ്റെ പിറ്റേന്ന് തൊട്ട് ഞാൻ ഡേ ഡ്യൂട്ടിക്ക് കയറുന്നത്. അപ്പോൾ എൻ്റെ ഈ ലാസ്റ്റ് നൈറ്റ് ഞാൻ വന്ന ദിവസം ഇയാളുടെ സ്റ്റേജ് ആദ്യത്തത് പോലെ 2-3 ദിവസം നല്ല ഒരു വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ സ്ഥിതി മോശമാകാൻ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ മെഡിസിനൊക്കെ കൊടുത്തു. ഇയാളുടെ അടുത്ത് കുറച്ച് നേരം സംസാരിക്കണമെന്ന് ഒരു വയ്യാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോയപ്പം ഈ അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞയച്ചാൽ ആ കുട്ടിയെ ഒന്ന് വരാൻ പറയൂ എന്ന് പറഞ്ഞയച്ചു. അപ്പം അമ്മച്ചി പറഞ്ഞ് മക്കളെ മോൻ വിളിക്കുന്നു, ഒന്ന് വരുമോ? അപ്പം ഞാൻ വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത് ചെന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോളെ എൻ്റെ അടുത്ത് കുറച്ചെങ്കിലും ഇച്ചിരി വന്ന് സംസാരിക്കുന്നത് മോളാണ്, ഞാൻ എൻ്റെ മോളെ പോലെയാണ് ഞാൻ കാണുന്നത്, എനിക്ക് ഒരു സഹായം ചെയ്യുമെന്ന് വെച്ചാൽ. അവനെ പക്ഷേ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് മരിക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ എനിക്ക് എടുത്തു തരുമോ, എനിക്ക് ജീവിക്കണം, എനിക്ക് വേദന സഹിച്ച് എനിക്ക് വയ്യ മോളെ, ഞാൻ ആരടുത്തും പറയില്ല, എനിക്ക് ഒരു ഇഞ്ചക്ഷൻ ഒന്ന് എടുത്തു തരുമോ എന്നിങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാനിങ്ങനെ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, അപ്പോൾ അങ്ങനെയൊന്നും പറയരുത്, അങ്ങനെ മരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷനൊന്നും ഇല്ല. നമ്മൾ ജോലി ചെയ്യുന്നത് നിങ്ങളുടെ വേദന കുറയ്ക്കാനല്ലേ ഞങ്ങൾ നോക്കുന്നത്, ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ നോക്കുന്നത്, അല്ലാതെ കൊല്ലാനാണോ നമ്മൾ നോക്കുന്നത്? അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അതൊക്കെ തെറ്റല്ലേ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. അസുഖം കുറയണം. ജയിലിലാണെങ്കിൽ പോലും ഇപ്പോൾ അസുഖമുള്ളവരെ കൊണ്ട് അവർ ഒരുപാട് ജോലിയൊന്നും ചെയ്യിപ്പിക്കില്ലല്ലോ, അവിടെ പോയാലും റെസ്റ്റ് എടുക്കാമല്ലോ, അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞു. അപ്പം വീണ്ടും എൻ്റെ അടുത്ത് ഇങ്ങനെ വീണങ്ങ് പറയുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു മരുന്ന്, എനിക്ക് ഇഞ്ചക്ഷൻ എടുത്ത് താ മോളെ, ഞാൻ ഒന്ന് മരിക്കട്ടെ, ഞാൻ ആരടുത്തും പറയില്ല, മോൾക്ക് പുണ്യം കിട്ടും മോളെ, എനിക്ക് എന്നെ ഒന്ന് മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നു. എനിക്ക് അക്ഷരാർത്ഥത്തിൽ എനിക്കൊക്കെ എൻ്റെ കണ്ണ് നിറഞ്ഞെന്ന് വെച്ചാൽ, ഒരു വ്യക്തി മരണത്തെ അത്രമേൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗതികേടാണ്. ആരും സംസാരിക്കുന്നില്ല. നമ്മുടെ പകൽ സിസ്റ്റേഴ്സ് നമുക്ക് ചെന്നൊന്നും സംസാരിക്കാൻ നേരം, നൈറ്റ് ആകുമ്പോഴാണ് നമുക്ക് കുറച്ചെങ്കിലും ആരുടെങ്കിലും സംസാരിക്കാൻ ഇച്ചിരി നേരം കിട്ടുന്നത്. ഈ പകലൊക്കെ ആകുമ്പോൾ കീമോതെറാപ്പി വാർഡിൽ ഭയങ്കര തിരക്കാണ്. നമുക്കൊരു പേഷ്യൻ്റ് ഒന്നും നമ്മുടെ ആ ഷിഫ്റ്റ് കഴിയുന്നേരം നമുക്ക് തറയിൽ നിൽക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് നൈറ്റ് വരുമ്പം നൈറ്റ് മെഡിസിനൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇച്ചിരി സ്റ്റേബിൾ ആകുമ്പോൾ പിന്നെ എനിക്ക് റിക്കോർഡ്സ് എഴുതണം, അങ്ങനെയൊക്കെയുള്ള ജോലികളൊക്കെ ഉള്ളൂ. പിന്നെ നൈറ്റ് ഏതെങ്കിലും പേഷ്യൻ്റ് ക്രിട്ടിക്കലാണെങ്കിൽ അവരുടെ അടുത്ത് പോകണം. അപ്പോൾ നൈറ്റ് കുറച്ച് റിലീവ് കിട്ടും. ആ സമയത്താണ് ഇവരുടെ അടുത്ത് ചെന്നിങ്ങനെ സംസാരിക്കാനുള്ള സമയം കിട്ടുന്നത്. അതുകൊണ്ട് ആയിരിക്കണം ഒരു പക്ഷേ അദ്ദേഹം എന്നോട് നല്ലതായിട്ട് സംസാരിച്ചത്. അപ്പോൾ ഇങ്ങനെ തോന്നി, എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ദൈവമേ, ഒരു മനുഷ്യൻ എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, ദൈവമേ എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ ജീവൻ അങ്ങ് എടുക്കണമെന്ന് നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ ഒന്ന് വേദന കുറച്ച് കൊടുക്കണം, ഇനി ഞാൻ നാളെ വരുമ്പം എനിക്ക് വേദന കുറഞ്ഞെന്നുള്ളൊരു വാർത്ത കേൾക്കണമെന്ന് ഞാനിങ്ങനെ മനസ്സിൽ ദൈവത്തോട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു പോയി. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമം. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത്, അങ്ങനത്തെ ഇഞ്ചക്ഷനൊന്നും ഇല്ല, അഥവാ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. നമ്മുടെ ജീവിതം, നമ്മുടെ ജീവൻ അത് പോകുമ്പം പൊക്കോട്ടെ. അപ്പച്ചന് ഇപ്പം ഈ ആദ്യം വന്നതിനേക്കാളും ഇപ്പോൾ ഇച്ചിരി റിലീവായി, ഇത്തിരി പെയിനൊക്കെ കുറവുണ്ടല്ലോ, എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഞാനിങ്ങനെ പോയിട്ട് പിറ്റേന്ന് എൻ്റെ നൈറ്റ്. അപ്പോൾ ഇത് തന്നെ എൻ്റെ മനസ്സിൽ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഇത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം വന്നൊരു വ്യക്തി നമ്മുടെ ചോദിക്കുകയാണ്, എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന് ചോദിക്കുന്നൊരവസ്ഥ.
പിറ്റേന്ന് ഞാൻ നൈറ്റ് കഴിഞ്ഞു പോയി. അതിൻ്റെ പിറ്റേന്ന് എനിക്ക് ഓഫാണ്. അതിൻ്റെ പിറ്റേന്ന് ഞാനിങ്ങനെ വന്നു കഴിഞ്ഞ് വന്നുകൊണ്ട് ഞാൻ എൻ്റെ കൊളീഗ്സിനോട് ഇങ്ങനെ ചോദിച്ചു, ആ പേഷ്യൻ്റ് എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു ഇയാളുടെ നൈറ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നൈറ്റായപ്പം അദ്ദേഹം മരിച്ചുപോയി, എക്സ്പയർഡായി എന്നിങ്ങനെ പറഞ്ഞു. മരിച്ചു പോയപ്പോൾ ഞാൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു. ആരും വന്ന് ബോഡി പോലും ഏറ്റെടുക്കാൻ ആരും ഇല്ലായിരുന്നു എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. എന്നിട്ട് പിറ്റേന്ന് മോർച്ചറിയിലോട്ട് മാറ്റിയിട്ട് പിറ്റേന്ന് പോലീസ് നാട്ടിൽ ചെന്ന് അവരുടെ 2 സഹോദരിമാരുടെ ഹസ്ബൻഡുമാരെ അങ്ങനെയുള്ള ആരെയൊക്കെ കൊണ്ടുവന്നിട്ടാണ് ബോഡി പിറ്റേന്ന് അങ്ങോട്ട് വിട്ടുകൊടുത്തത്. അമ്മച്ചി അവർക്ക് ഒരു കരയാൻ പോലും ഉള്ള ഒരു അവസ്ഥയിലല്ലായിരുന്നു ആ അമ്മച്ചി. ഇങ്ങനെ അമ്മച്ചി മാത്രം ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ഇതായിപ്പോയി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? അത് ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ വേദന എടുത്തെടുത്ത് ഇങ്ങനെ കിടന്ന് വിളിയായിരുന്നു. വിളിച്ച് കുറേ സമയം കഴിഞ്ഞ് നോക്കി. നമ്മൾ അപ്പോഴപ്പോഴും ഓക്സിജൻ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അപ്പോഴപ്പോഴും പോയി നോക്കും. അപ്പം അങ്ങനെ പോയി നോക്കിയപ്പം നിശ്ചലമായിട്ട് കിടക്കുന്ന, പൾസ് ഒന്നുമില്ല. അങ്ങനെ ഡോക്ടർ വന്ന് കണ്ടപ്പോൾ മരണം കൺഫേം ചെയ്തു. അങ്ങനെ വ്യക്തി ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു. ഇപ്പോഴും ഞാൻ ചിന്തിക്കുമ്പം എനിക്ക് ആ വ്യക്തിയുടെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ രൂപം എൻ്റെ മനസ്സിലിങ്ങനെ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന രൂപമാണ്. അറിയില്ല സത്യം എന്താണെന്ന് അറിയില്ല. ഇദ്ദേഹം കൊന്നതാണോ അവർ മരിക്കാൻ ശ്രമിച്ചതാണോ എന്നൊന്നും അറിയില്ല. എന്നാലും ഭയങ്കരമായിട്ട് ഞാൻ വളരെയധികം വേദനയോടുകൂടി ഓർക്കുന്ന ഒരു മുഖമാണ് അദ്ദേഹത്തിൻ്റെ മുഖം. ആരെങ്കിലും പെട്ടെന്നൊരു സംഭവം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തും ഈ സംഭവം. പക്ഷെ എനിക്കത് പറയാൻ ഭയങ്കര മടിയാണ്. കാരണം ഒരു വ്യക്തി നമ്മളോട് എന്നെ കൊന്നു തരൂ, ഞാൻ ആരടുത്തും പറയില്ല, ഒരു ഇഞ്ചക്ഷൻ എനിക്ക് എടുത്ത് എന്നെ ഒന്ന് കൊന്നു തരൂ എന്നൊരു വ്യക്തി നമ്മളോട് പറയുമ്പോൾ എനിക്ക് വേറെ ആരോടും ഇങ്ങനെ പറയാൻ പറ്റില്ല. മോളാണ് എൻ്റെ അടുത്ത് ഒന്ന് കുറച്ചെങ്കിലും ഇതായിട്ട് സംസാരിക്കണം, എനിക്ക് ഒരു ഇഞ്ചക്ഷൻ എനിക്ക് താ, ഞാൻ എൻ്റെ മോളെ പോലെയാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, അപ്പച്ചൻ എന്നെ മോളെപ്പോലെയല്ലേ കരുതുന്നത്, അപ്പം മോളെപ്പോലെ കരുതുന്ന ഞാൻ അങ്ങനെ ചെയ്യുമോ എന്നിങ്ങനെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പം ഈ സംഭവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, എൻ്റെ നഴ്സിംഗ് അനുഭവത്തിൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ഇത്.